പാത്രങ്ങൾ കൂട്ടിയിട്ടേക്കണ കണ്ടിട്ട് വിൽക്കാനിട്ടേക്കണ പോലെ തോന്നുന്നുണ്ടാ? എൻ്റെ വീട്ടിലെ പാത്രങ്ങൾ ബെഡ്റൂമിലും ഹാളിലൊക്കെ ആയിട്ട് കൂട്ടി വെച്ചിരിക്കണതാട്ടോ ഇത്. കഞ്ഞിയും കൂട്ടാനും വെക്കണത് പുറത്ത് ഒരു സിംഗിൾ അടുപ്പ് സെറ്റ് ചെയ്തിട്ടാണ്. വേറൊന്നുമല്ല, എൻ്റെ വീട്ടിൽ അടുക്കളയുടെ ഒരു പണി നടക്കുമായിരുന്നു. അടുക്കളയുടെ ഗ്രാനൈറ്റ് പൊട്ടിയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. 8 വർഷം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾ താമസിച്ചിട്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, അതിൻ്റെ ഗ്രാനൈറ്റ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയായിരുന്നു. അന്ന് ഭയങ്കര ഡിമാൻഡുള്ള നാനോ വൈറ്റാണ് ഇട്ടിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് വെള്ളയാട്ടോ. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ സെലക്ട് ചെയ്തത്. അത് പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇഷ്ടം തീർന്നു. അത് പൊളിച്ചു. അടുത്തത് ചെയ്യണതിൻ്റെ ഇടയിൽ എൻ്റെ പെയിൻ്റ് അടി അത് 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ കബോർഡിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് അഴിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് അടിക്കാൻ പറ്റിയതുകൊണ്ട് അതൊന്ന് അടിച്ച് ക്ലിയർ ചെയ്തു കേട്ടോ. അതിൻ്റെ താഴെയുള്ള ടൈലൊക്കെ ഇട്ടിരുന്നത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. പിന്നെ പ്രത്യേകം കബോർഡ് പോലെ പണിത് മൾട്ടിവുഡ് കൊണ്ട് ചെയ്ത് സെറ്റാക്കി കേട്ടോ ചെയ്തേ. ഞാൻ തന്നെയാണ് ഇപ്പോഴത്തെ അതിൻ്റെ ടൈല് തിരഞ്ഞെടുത്തത് കേട്ടോ. ഗ്രേ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ കബോർഡിൻ്റെ കളറ്, ഡോറിൻ്റെയൊക്കെ കളറ് ഓറഞ്ചും ഗ്രേയുമാണ്. അതൊന്നും മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിലത്തതും ആ ടൈലും മാത്രമേ മാറ്റാമെന്ന് ഉദ്ദേശിച്ചിരുന്നത്, മുകളിലത്തെ ഗ്രാനൈറ്റും. അതുകൊണ്ടാണ് ഗ്രേ തന്നെ തിരഞ്ഞെടുത്തത്. വേറൊരു കളർ വരുമ്പോൾ ചിലപ്പോൾ എത്രത്തോളം ഭംഗിയാവുമെന്നറിയില്ല. ഇച്ചിരി ഡാർക്കാണെങ്കിലും എനിക്കത് കുഴപ്പമില്ലാന്ന് തോന്നി കേട്ടോ. ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമായി. പിന്നെ കുറച്ചും കൂടി ഒരു എക്സ്റ്റൻഷൻ ചെറുതായിട്ട് ഇങ്ങോട്ട് കയറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പഴയത് തന്നെയാണ്. പാത്രം വയ്ക്കാനുള്ളതും സ്പൂൺ വയ്ക്കാനുള്ളതും അന്ന് വെച്ചത് തന്നെയാണ്. അതിലൊന്നും ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല. ഈ അടുക്കളപ്പണിയൊക്കെ നമ്മുടെ വീട് പണി കഴിഞ്ഞതിന് ശേഷം, നമ്മൾ താമസിച്ചതിന് ശേഷം ചെയ്യണത് വലിയ ബുദ്ധിമുട്ടാട്ടോ. ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചു. തുമ്മലും ജലദോഷവും തലവേദനയും ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ് കിട്ടിയിട്ടുള്ളൂ. ഇനി ഇത് പഴയ പോലെ ഇതിനൊന്ന് ആക്കിയെടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിനേക്കാളേറെ സങ്കടമാണ്. ഇനി എടുത്തതെല്ലാം തിരിച്ച് അതുപോലെ തന്നെ അങ്ങോട്ട് വെക്കണ്ടേ. എപ്പോഴും വീട് പണിയണതിന് മുൻപ് എല്ലാ പണിയും കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനമാണ്. അത് തീർന്ന പണി തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ഇതുപോലെ ഇടയ്ക്ക് ഒരു മെയിൻ്റനൻസൊക്കെ നമുക്ക് വരുമല്ലോ. ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും മെയിൻ്റനൻസ് തന്നെയാണ്. എന്നാലും ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടൊക്കെ ആണെങ്കിലും ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങൾ. ഇതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു ഞാൻ. ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ.